Hey guys, welcome to my vlog, like my YouTube channel. Vagamandlana. Yeah, it's pretty foggy actually. See, weather is not that okay, but we are enjoying it. Amazing. Actually, ഇവിടെ നിൽക്കുമ്പോൾ എന്താ ഫീൽ ആവുന്ന അറിയുമോ? I'm in heaven. Yeah. And almost നൈറ്റായി. രാവിലെ ഫുൾ ഫോഗി ആയിരുന്നു ആൻഡ് നമുക്ക് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നോട്ട് എ സിംഗിൾ വ്യൂ, മൊത്തം ഫോഗി ആയിരുന്നു. സോറി. സോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ബട്ട് വ്യൂ കാണാൻ പറ്റുന്ന അറിയത്തില്ല. ലെറ്റ് മീ ഷോ യു. ഇവിടെ മൊത്തം വെള്ളം, ബാൽക്കണി ഫുൾ വാട്ടറാണ്. സി, വ്യൂ ഇസ് ലൈക്ക് മൊത്തം ഡാർക്കാണ്, ബട്ട് എനിക്ക് കാണാം എങ്ങനെയാണ് വ്യൂ എന്ന് കാണാം. മലകളൊക്കെ എനിക്ക് കാണാം, പക്ഷേ ഫോണിൽ അത്രയും കിട്ടത്തില്ലല്ലോ. സോ യാ, അപ്പുറത്തെ ഒരു റിസോർട്ടുണ്ട്. കിഡ്സ് ആർ എൻജോയിങ് ദെയർ. യാ, ഡാർക്കായിട്ട് എനിക്ക് കാണത്തില്ല. സോ രാവിലെ കുറച്ച് ഫുട്ടേജ് എടുക്കണം പക്ഷേ മൊത്തം ഫോഗി ആയത് കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല. ഫോഗി എന്ന് പറഞ്ഞൊരു ഐ നെവർ സീൻ എ ഫോഗി ലൈക്ക് ദാറ്റ് ബിഫോർ. How long until we reach the wharf? The wharf? Which part? For what you did on the beach. സോ വെൽക്കം അഗെയിൻ. ഹേ ഗായ്സ്, സോറി ടു ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ വാഗമൺ വ്ളോഗിലെ കുറച്ച് ബിറ്റ്സ് ആയിരുന്നു. ആക്ച്വലി ഒരു വ്ളോഗായിട്ട് എടുക്കണമെന്നായിരുന്നു ഓർത്തത്, ബട്ട് നടന്നില്ല. അതുകൊണ്ട് മെമ്മറിക്ക് വേണ്ടി എടുത്ത കുറച്ച് വീഡിയോസാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്തത്. ഇനി വരാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ലൈക്ക് ട്രാവലായിരിക്കും, ലൈക്ക് കോട്ടയം ടു ട്രിവാൻഡ്രം. സോ അതിനിടയ്ക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ബിറ്റ് ആഡ് ചെയ്യുന്നത്. സോ യാ, ഐ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ് ദ വീഡിയോ. ഞാനിപ്പോൾ കോട്ടയത്തുള്ളത്, ഞാനിപ്പോൾ ട്രിവാൻഡ്രം പോകാൻ പോവാം. സോ ഇതിനകത്ത് എന്തെങ്കിലും വ്ളോഗിന് കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം, ഓക്കെ? ഇല്ലെങ്കിൽ ദർ ഇസ് നോ വ്ളോഗ്. യാ, സോ ഇപ്പോൾ ഞാൻ ഐ ഹാവ് ടു ചെക്ക് ഔട്ട് ചെയ്യാൻ പോകാൻ ഇവിടെ നിന്ന്. ആൻഡ് ഐ എം ഗോയിങ് ടു റെയിൽവേ സ്റ്റേഷൻ, അവിടെ നിന്ന് ട്രിവാൻഡ്രം. അതിനിടയിൽ കുറച്ച് എൻ്റെ ട്രെയിൻ 1 PM, 1:30 or 1 something, 1 I guess. സോ
ട്രെയിൻ ഇനിയിപ്പോൾ എനിക്ക് സമയമില്ല. എനിക്ക് റെയിൽവേ സ്റ്റേഷൻ പോയാൽ ഒരു അരമണിക്കൂർ ടൈം കിട്ടും, അരമണിക്കൂറോ 1 മണിക്കൂർ. അതിന് അവിടെ ഇരിക്കണം. ട്രെയിൻ ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ താമസം വരും, ട്രെയിനിൻ്റെ കാര്യം അറിയില്ലോ. സോ ഇവിടെ ഞാൻ രാവിലെ ഓർത്തത് എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തത്. ബട്ട് ഇനിയിപ്പോൾ ടൈമില്ല. ഞാൻ ഇവിടെ തന്നെ കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ടൈം അങ്ങ് പോയി. ആൻഡ് ഇനി എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, അവിടെ നിന്ന് ട്രിവാൻഡ്രം. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. സോ വെൽക്കം അഗെയിൻ ടു മൈ വ്ളോഗ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. വെൽ പാക്ഡ്, എവറിത്തിങ്സ് ഡൺ. സോ ദിസ് വാസ് മൈ റൂം. ശരി, ദ റൂം. ഐ എം ഗോയിങ് ടു മിസ് ദിസ് പ്ലേസ് ബാഡ്ലി. സോ യാ, ഇപ്പം എല്ലാം എടുത്തിട്ട് ഇറങ്ങട്ടെ, എനിക്ക് ബാക്കിൽ വിശ്വസിക്കാം. So this is my gift. Everything is done. Let me put this in my bag. ടൈം ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് 11:35. ഐ ഡോണ്ട് നോ ഹൗ ഇസ് ക്യാപ്പ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഐ തിങ്ക് ഇറ്റ്സ് ക്യൂട്ട്. യാ, അപ്പോൾ വി ആർ സേയിങ് ഗുഡ് ബൈ ടു ദിസ് റൂം. ഇതൊന്നും ഞാൻ യൂട്യൂബിൽ ഇടുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. ലെറ്റ്സ് ഗോ. അത് ഇപ്പോഴേ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? ഇറ്റ്സ് 11:35. ട്രെയിൻ വന്ന് it's 1:10 or some 1:15, 1:30 something. ഇപ്പോഴേ ഇറങ്ങണം. ചെക്കൗട്ടിനും സമയമായി. ഇറങ്ങാം, പോയി ഫുഡ് കഴിച്ചൊന്ന് ഇതായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. ഓക്കെ, സോ ഐ എം ചെക്കിങ് ഔട്ട്. റൂമിൽ ഇറങ്ങി കുറച്ച് ഓൾഡ് ലിഫ്റ്റാന്ന് തോന്നുന്നു. കുറച്ച് ഇത് ഞാൻ കൊടുത്തിട്ട് ബാക്കി എടുക്കാം. സോ ഗൈസ്, കീ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഇറങ്ങുവാണ് ഇവിടെ നിന്ന്. വെൽ, ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ദ പ്ലേസ്. വെയിലടിക്കുന്നില്ല പോലെ സൺസ്ക്രീൻ ഇട്ടു, ബട്ട് സ്റ്റിൽ ഐ എം ഗെറ്റിംഗ് ഹിറ്റ് ബൈ ഹിറ്റ്. സോ ഇതാണ് ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം, ബെന്നീസ് ലോഞ്ച്. യാ, ഇനി ഇവിടെ നിന്ന് ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി ഓ മൈ ഗോഡ്, ഈ സ്റ്റെപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. ലൈക്ക് നൊസ്റ്റ്. ഞാൻ വന്ന സമയത്ത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. എനിവേ ഗൈസ്, പ്ലാൻ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലിൽ ഫുഡ് കഴിക്കാം. ബിക്കോസ് ഇവിടെ നോക്കിയിട്ട് നല്ല റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. എൻ്റെ ആൾസോ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഗോയിങ് ഇമോഷണൽ. കാരണം ഇന്നലെ അവിടെ നിന്ന് കഴിച്ചത്. സോ ഓട്ടോ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ലൈക്ക് ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാനാണ്. I'm so nervous. I don't know why. ഇവിടെ കിടക്കുന്ന ബസ് എപ്പോൾ എടുക്കുമെന്നൊന്നും അറിയത്തില്ല. ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ കയറാം. ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇനി റെയിൽവേ സ്റ്റേഷൻ. സോ ഗൈസ്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അപ്പോൾ ഉതുപ്പി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. സോ ഐ എം ഗോയിങ് ദെയർ ടു ഹാവ് സം ലഞ്ച്. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ അവിടെ ആയിരുന്നു കയറിയത് ഫുഡ് കഴിക്കാനായിട്ട്. സോ അവിടെ പോയി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഓക്കെ, സോ ഇനി അങ്ങോട്ട് പോട്ടെ. ഓൾമോസ്റ്റ് എത്തി ഉതുപ്പി ഹോട്ടൽ. ഇതാ, നോട്ട് ദിസ്, യാ ദാറ്റ്. ഫുഡ് കഴിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി വിശേഷം എടുക്കാം. അപ്പോൾ ഞാൻ ഹോട്ടലിലെത്തി. ഓർഡർ മസാല ദോശ.
holding my phone. Hot shots and everything. Can't hold for longer. എന്തുകൊണ്ട് ഈ ഹോട്ടലിൽ കയറുന്നുള്ളത് ഞാൻ പറയാം, വഴി ഇറങ്ങി പറയാം. ഇവിടെ കുറച്ച് നോയ്സ് ആയിട്ടുണ്ട്, കാറ്റിൻ്റെ സൗണ്ട് വന്നു. ഐ ഹാഡ് ലഞ്ച് ആൻഡ് ഇതാണ് ഹോട്ടൽ. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ? വേറെ ആരും ഇല്ലായിരുന്നു അവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട്, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അവിടെ കയറാൻ കാരണം കോട്ടയത്ത് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ, അതായത് മെനങ്ങാന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് കഴിച്ച ഫുഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് ഈറ്റിംഗ് വിത്ത് മീ. സോ ഐ തോട്ട് ഓക്കെ ഇന്നിപ്പോൾ പോവാണല്ലോ, അപ്പം ഇവിടെ നിന്ന് തന്നെ ബാക്കി ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ I'm really happy that പോകുന്ന നേരത്തെ അവിടെ ഫുഡ് കഴിച്ചതിൽ I'm really happy. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കയറി ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയെടുക്കാം. ഓക്കെ വാ, ബൈ. So I took the ticket. So I think platform 2, platform 2 and yeah, this way. കഴിഞ്ഞ വട്ടം പോയത് ആ വഴിയായിരുന്നു, അത് പ്ലാറ്റ്ഫോം 1 പോകേണ്ട വഴിയാണ്. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം 2 പോകുന്നത്. This railway station irukalla, sorry, this railway station is like give me nost Kottayam full nostda. How is my skin? It's glowing, right? Well, let me show you the back view. NRT, as per the Indian Railway Act, will be imposed on persons detected without a valid ticket. So, ഞാൻ 2nd പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങുക. ഒരു ഷെയ്ഡ് നോക്കിയിരിക്കണം. 1:30 വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഓൺലി 12:29 ആയതേ ഉള്ളൂ. I have to wait like 1 hour. After that, we are going to TVM. Yeah, I guess this is the place. So യെസ്റ്റർഡേ ഞാൻ ഇവിടെ നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ട്രെയിൻ കയറ്റി വിടാനായിട്ട്. അത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് ഗോയിങ് ടു കോയമ്പത്തൂർ. ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഈസ് ലൈക്ക് ദെയർ. ഞാനിപ്പോൾ 2nd പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ കാണിക്കാം. ഐ എം ഗെറ്റിംഗ് ഇമോഷണൽ ബട്ട് ഇറ്റ്സ് ഫൈൻ. വെൽ, ആ സൈഡിലാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പം ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു കുറച്ച് നേരത്തേക്ക്. എൻ്റെ ട്രെയിൻ 2nd പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. വെൽ, ഐ തോട്ട് യെസ്റ്റർഡേ ഞാൻ അപ്പുറത്തിരുന്ന്, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മെമ്മറീസ്. ഞാൻ ഓർത്ത് കുറച്ച് നേരം അവിടെ പോയിരിക്കാം. സോ ഞാൻ ഓർത്ത് ഓക്കെ വി ക്യാൻ സിറ്റ് ദെയർ. ഐ തിങ്ക് എക്സാക്ട്ലി അവിടെയാണ്. We are going there. 13:27 സിക്കന്ദരാബാദിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ശബരി എക്സ്പ്രസ്. Wait, what? എൻ്റെ ട്രെയിനാണ് പോയിരുന്നത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു, ലൈക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിൻ വന്നുകൊണ്ടിരിക്കണം. അത് ഫ്രം സിക്കന്ദരാബാദ്. അറിയില്ല ഏത് ട്രെയിനാണെന്ന് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കേട്ടതുമില്ല. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇനി എനിക്കുള്ള ട്രെയിനാണെന്ന് അറിയില്ല. സോ ഐ ഗെസ് ഇറ്റ്സ് നോട്ട്. ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് എനിക്കിവിടെ ഇരിക്കണം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴത്തെ സ്റ്റേഷനിലോട്ട്, ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വ്ളോഗ് ചിലപ്പോൾ കുറച്ച് ബോറായിട്ട് വരാം. പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് മീ. What you do to me,
There's nothing left to see. You left me in the dark now, and I'm blended with disease. Oh, what you do to me. Maybe it's my dignity. You made me rip that all apart now, and there is no remedy. And I'm like, oh, hey, oh, I don't know. Hey people, so Trivandrum എത്തിയിട്ടുണ്ട്. Yeah. ഇപ്പം എത്തിയതേ ഉള്ളൂ, ജസ്റ്റ് അറൈവ്ഡ് ആൻഡ് അത്രേ ഉള്ളൂ. I'm going to home. Vlog is end. Bye. Just kidding. ഓ ഈ വഴി പോകുന്ന ഓർത്തപ്പോൾ ട്രെയിൻ വന്നില്ല. We have to go that way. Come. ഇത് ഞാൻ ആക്ച്വലി അവിടെ ലേറ്ററുണ്ട് അങ്ങോട്ട് പോയത്, ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കണം. തിരിച്ച് വരുമ്പോഴത്തേന് ഷെയ്ഡ് ഉണ്ടോ? I'm walking. Totally I'm tired actually. Full tired ആയി. Mentally and physically. വീടെത്തിയാൽ മതി. ചേഞ്ച് ഓഫ് പ്ലാൻ. ഞാൻ നേരത്തെ അമ്പാനൂർ പോകുന്ന ഓർത്ത്, ബട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈസ്റ്റോട്ട് ബസ് കിട്ടും. ഫുള്ള് തിരക്കായിരിക്കും. വെറുതെ റിസ്ക് എടുക്കുന്നുണ്ട്. ഞാൻ സീറ്റ് കാണും. സോ ഞാൻ ഇപ്പം ഈസ്റ്റ് ബോർഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് ബസ് കയറി വീട്ടിൽ പോകും. ഞാൻ ഒരുപാട് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഫ്യൂ, ആൻഡ് that's more than enough. I don't have energy to take videos. ട്രെയിനിൽ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം പറഞ്ഞു ഓർത്തത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ്, ലൈക്ക് ഒരു എന്താ പറയുക, ഭയങ്കര ഡസ്റ്റി ആയിട്ടുള്ളൊരു വല്ലാത്ത ഫീല്. ഫുൾ റോഡൊക്കെ കാണുമ്പോഴത്തേക്കും മാത്രമല്ല ഒരു അറ്റ്മോസ്ഫിയർ അങ്ങോട്ട് ഒരു ഇതില്ല. അതെന്താ അങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഗ്രീനറി ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് വരുമ്പോഴത്തേക്കും അവിടുത്തെ ഇതായിരിക്കും വിത്ത് ലോട്ട് ഓഫ് മെമ്മറീസ്, റൈറ്റ്? സോ അവിടെ നമ്മൾ വന്ന് ഈവൻ ആ മെമ്മറി നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഒരിത് തോന്നും. അപ്പം അവിടെ നിന്ന് നമ്മളിങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റിയിലോട്ട് എത്തുമ്പോഴത്തേക്കും വെയിറ്റ്, റോഡ് ക്രോസ് ചെയ്ത ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. സോ പെട്ടെന്ന് നമുക്കൊരു സിറ്റിയിലോട്ട് എത്തുമ്പം ആ ഒരു ചേഞ്ച് നമുക്കറിയാമല്ലോ, ലൈക്ക് യുനോ വാട്ട് ഐ മെന്റ്. അതുകൊണ്ട് എനിക്കെന്തോ പൊതുവേ എനിക്ക് ട്രിവാൻഡ്രം ഭയങ്കര ഇഷ്ടമാണ്, മൈ ഹോം ടൗൺ ആക്ച്വലി. ആൻഡ് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പം ഐ ഫീൽ വെരി, എന്താ പറയുക, അനോയിഡ്. ഐ ഫീൽ വെരി അനോയിഡ്, ലൈക്ക് ഭയങ്കര ഒരു സൗണ്ടും ആ ഒരു ഡസ്റ്റി അറ്റ്മോസ്ഫിയറും, നോട്ട് ലൈക്കിങ് ഇറ്റ്. ബട്ട് എനിവേ വി ഹാവ് ടു ഗോ ഹോം. ഇവിടെയാണ് എൻ്റെ വീടുള്ളത്, റൈറ്റ്? ഞാൻ പറഞ്ഞു തോന്നുന്നു നേരത്തെ, ഞാൻ ഇന്ന് അമ്പാനൂർ വണ്ടി കയറാതിരുന്നു. പക്ഷേ അവിടെ നിന്ന് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടത്തില്ല. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഈ ലഗേജ് വെച്ചിട്ട് ഐ കാൺ സ്റ്റാൻഡ്. സോ വി ആർ ഗോയിങ് ടു ഈസ്റ്റ് റോഡ്. അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടും, അവിടെ നിന്ന് പോകും. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഓർത്തു, ഞാൻ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് മിക്കവാറും ആഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഐ ഡോണ്ട് നോ, ബട്ട് ഐ ഫീൽ ലൈക്ക് ആഡ് ചെയ്യണോ വേണ്ട ഒരു 50% ബട്ട് ഐ ഡോണ്ട് കെയർ. ആഡ് ചെയ്യുന്നതിന് എനിക്ക് വലിയ ഇതൊന്നുമില്ല. എനിവേ ഇറ്റ്സ് ഗോയിങ് ടു സോഷ്യൽ മീഡിയ. ചെറിയൊരു ഹെസിറ്റേഷൻ ഉണ്ട് ആഡ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് കെയർ. Who cares? Nobody cares, right? I don't know. Yeah. Because it's a memory. So ഒരു സമയത്ത് എടുത്ത് വെച്ച് നോക്കുമ്പോൾ we have to feel it. So it's like a memory. So I'm going to air it. Finally I got sun. Yeah.
ചിലപ്പോൾ അവിടെ ആ അപ്പുറത്ത് പോയിട്ട് ഞാൻ പെയിൻറ്റിങ് എടുക്കും. അതോടെ തീരും വീഡിയോ. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എടുക്കാൻ പറ്റിയില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് പ്ലേസ് ആക്ച്വലി. അവിടെ ഞാനോട്ടൊരു വ്ലോഗ് എടുക്കാൻ നോക്കിയത്, പക്ഷേ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് ടുക്ക് സം വീഡിയോസ്, ദാറ്റ്സ് ഇറ്റ്. ഐ ഡിഡ്ന്റ് അപ്ലോഡ് ഇറ്റ്. സോ സാറാണ് ഞാൻ ഫോൺ അടുത്ത് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ്സ് ക്ലോസ്ലി. യാ, സോ ഇത്രയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. സൺലൈറ്റൊക്കെ പോയി. സൺലൈറ്റ് പോയത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ളൊരു ഇത് പോയി. എൻ്റെ സ്കിന്ന് നോക്കി എത്ര ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. സൺലൈറ്റാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി. സോറി, ഇവിടെയാണ് ക്യാമറ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദ വീഡിയോ. വേണമെങ്കിൽ ഇത് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ട്രാവലിംഗ് അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാൻ കാണത്തില്ല. സോ തീർന്നു, ഇതോടെ വീഡിയോ തീർന്നു. ഇത് വ്ളോഗ് ഭയങ്കര ചിലപ്പോൾ ലെങ്തി ബോറിങ് വീഡിയോ ആയിരിക്കും. ഇഫ് യു ലൈക്ക് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ചെയ്യൂ, യു നോ ദ റെസ്റ്റ്. സോ അത്രേ ഉള്ളൂ. ഐ എം സൈനിങ് ഓഫ്. ബൈ.